അപ്പൊ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് ഈ എക്സ്പോർട്ട് ക്വാളിറ്റി? അത് ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഗ്രോസറി സ്റ്റോറിലും ഈ മാളിലൊക്കെ പിന്നെ ഇവിടത്തെ പെട്ടിക്കടയിൽ വരെ കിട്ടുന്ന സാധനമാണ് ഈ സ്പൈസസ്. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ സ്റ്റാൻഡേർഡ് അല്ലാണ്ട് ഏത് കൺട്രിയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സും കൂടി മീറ്റ് ചെയ്യുമ്പോഴാണ് എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുക. അപ്പൊ അവളുടെ സ്റ്റാൻഡേർഡ് ഇവിടെ നിന്ന് തന്നെ മീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കയറ്റുമതി അയക്കുന്നു. അതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി. അപ്പൊ എന്തായാലും നമ്മൾ സാധാ പീഡിയയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടും ക്വാളിറ്റി ഉണ്ടാവും. എന്തായാലും ഉറപ്പല്ലേ. അവിടേക്കൊക്കെ എത്തിക്കണമെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പാടാന്നറിയോ. എത്ര നന്നായി പാക്ക് ചെയ്യണം, എത്ര നന്നായി മെഷർമെന്റ്സ് എടുക്കണം, വെയിറ്റ്, എല്ലാ സാധനവും. ഓരോ ക്വാളിറ്റി ചെക്സ് പാസ് ചെയ്താലേ അവർ ഈ സാധനങ്ങൾ എടുക്കുള്ളൂ. എന്തായാലും അപ്പൊ ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് സാധനം, ഇവിടെ കിട്ടുന്നതല്ല. അപ്പം ഈ എക്സ്പോർട്ട് ക്വാളിറ്റി, അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ അധികം കാലം നിൽക്കും ഇതൊക്കെ? നിൽക്കും. ഇത് ഓരോന്നിനും ഓരോ എക്സ്പയറി ഡേറ്റ് ആണ്. ഇതൊക്കെ 12 months നിൽക്കും. എയർ കയറിയില്ലെങ്കിലാണ് പറയുന്നത് 12 months നിൽക്കും കാഷ്യൂ നട്ട്സ്. അപ്പൊ ഇതിപ്പോ എവിടെ എടുക്കാതെ ഒരു പെട്ടിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും? എന്തായാലും നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ കാർഡമും സാധനങ്ങളൊക്കെ എയർ കയറാണ്ട് 6 months ആണ് പറഞ്ഞിരിക്കുന്നത്. എയർ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാസമൊക്കെ നിൽക്കണ്ടാവുള്ളൂ. 1 മാസം 2 മാസമൊക്കെ നിൽക്കണ്ടാവുള്ളൂ. ഓഫ് കോഴ്സ് അതിന് മറ്റേ എയർ ടൈറ്റ്സ്, മറ്റേ സീലിംഗ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാം വാക്യൂം കണ്ടോ, ഫുൾ വാക്യൂം പാക്ഡ്. ബാക്കിയുള്ളതും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ 6 months 12 months വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ സാധനം കൊള്ളാം. യെസ്, എന്തായാലും എയർ കയറരുതെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ.